ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് ഞാൻ സവിനയം സ്വാഗതം ചെയ്യുന്നു. ഇതാണ് എൻ്റെ അബിയു. ഇതിപ്പോ ഇത് മരണം പഴുത്തിട്ടുണ്ട്. അബിയു അബിയു വൃക്ഷത്തിന്റെ പൂവിടൽ അതിന്റെ വളർച്ചയിലെ ഏറ്റവും ആകർഷകമായ ഘട്ടങ്ങളിലൊന്നാണ്. ഇളം പച്ച കലർന്നതോ മഞ്ഞ കലർന്നതോ ആയ ചെറുതും വ്യക്തമല്ലാത്തതുമായ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. അവയുടെ മിതമായ വലിപ്പം ഉണ്ടായിരുന്നിട്ടും ഈ പൂക്കൾ സുഗന്ധമുള്ളവയാണ്. തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, മരത്തിന്റെ പുനരുൽപാദനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ചെറിയ പ്രാണികൾ എന്നിവ പോലുള്ള പരാഗണകാരികളെ ആകർഷിക്കുന്ന മനോഹരമായ സുഗന്ധം പുറപ്പെടുവിക്കുന്നു. പൂക്കൾ ഒറ്റയ്ക്കോ ചെറിയ കൂട്ടങ്ങളായോ വളരുന്നു. ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വേഗത്തിൽ കായ്ക്കുന്നു. അതേസമയം വിത്ത് ഉപയോഗിച്ച് വളർത്തുന്ന മരങ്ങൾ കൂടുതൽ സമയമെടുക്കും. പൂവിട്ട് 3-5 മാസത്തിന് ശേഷം അബിയു പഴങ്ങൾ വിളവെടുക്കാൻ തയ്യാറാകും. അബിയു പഴം പഴുത്തതിന്റെ ലക്ഷണങ്ങൾ തിളക്കമുള്ള മഞ്ഞയായി മാറുന്നു. സ്പർശനത്തിന് അല്പം മൃദുവാണ്. പഴം ഓവൽ അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ളതും പഴുക്കുമ്പോൾ മിനുസമാർന്ന മഞ്ഞ തൊലിയുള്ളതുമാണ്. പഴം പകുതിയായി മുറിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് പൾപ്പ് കോരിയെടുത്ത് കഴിക്കുക. അകത്തെ പൾപ്പ് അർദ്ധസുതാര്യമായ വെളുത്തതും മൃദുത്വമുള്ളതുമാണ്. ഇതിന്റെ രുചി മധുരമുള്ളതും കാരമൽ അല്ലെങ്കിൽ വാനില കസ്റ്റാർഡിനെ അനുസ്മരിപ്പിക്കുന്നതുമാണ്. ഈ ഉഷ്ണമേഖലാ ബലവൃക്ഷം പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. രുചികരം മാത്രമല്ല, പോഷകങ്ങളാൽ സമ്പന്നവുമാണ്. അബിയുവിന്റെ അതുല്യമായ രുചിയും സ്വർണ്ണ നിറത്തിലുള്ള ഉൾഭാഗവും കാരണം അബിയുവിനെ പലപ്പോഴും സ്വർണ്ണപ്പഴം എന്നും വിളിക്കുന്നു. വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ദഹനത്തെ സഹായിക്കുന്ന ഭക്ഷണനാരുകൾ അടങ്ങിയിരിക്കുന്നു. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാൻ സഹായിക്കുന്നു. കൊഴുപ്പും കൊളസ്ട്രോളും കുറവായതിനാൽ ഇത് ഹൃദയത്തെ സൗഹൃദമാക്കുന്നു. അബിയു പഴം ഒരു എനർജി ബൂസ്റ്റർ കൂടിയാണ്. സ്മൂത്തികൾ, ഐസ്ക്രീമുകൾ അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ എന്നിവയിൽ പഴം ഉൾപ്പെടുത്താം. കുറച്ച് വലുതും കടും തവിട്ടു നിറത്തിലുള്ളതുമായ വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. പഴുത്ത പഴങ്ങളിൽ നിന്നുള്ള പുതിയ വിത്തുകൾ വംശവർദ്ധനവിനായി നട്ടുപിടിപ്പിക്കുക. അബിയു നടുന്നത് ഒരു വിത്ത് അല്ലെങ്കിൽ ഒട്ടിച്ച തൈ ഉപയോഗിച്ച് ആരംഭിക്കാം. വിത്തുകൾ നടുന്നതിന് മുമ്പ് 24 മണിക്കൂർ വെള്ളത്തിൽ മുക്കിവെക്കണം. മുളയ്ക്കുന്നതിന് 2-4 ആഴ്ച എടുത്തേക്കാം. അബിയു മരങ്ങൾ ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ വളരുന്നു. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷമാണ് ഇവ ഇഷ്ടപ്പെടുന്നത്. ഇന്ന് ഈ മരം വിജയകരമായി കേരളത്തിലും കൃഷി ചെയ്യുന്നു.